പേടിപ്പെടുത്തുന്ന കാഴ്ച. മെയ് 12. മീന, ഞാൻ കുറിക്കുന്നത് പച്ചയായ സത്യം. സന്ധ്യയോടെ പ്രഭു കാണാനെത്തി. ചില നിയമപരമായ കാര്യങ്ങളും ചിലതരം കൊള്ളക്കൊടുക്ക കാര്യങ്ങളും സംഭാഷണത്തിൽ ഉൾപ്പെട്ടു. സംശയരൂപേണയുള്ള പ്രഭുവിൻ്റെ അന്വേഷണമായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരാൾക്ക് എത്ര നിയമോപദേഷ്ടാക്കളെ വയ്ക്കാം, വേണമെന്നുണ്ടെങ്കിൽ 10-12 പേരെ വയ്ക്കാം എന്ന് ഞാൻ. പക്ഷേ ഒരു വാങ്ങൽ കാര്യത്തിന് ഒരാൾ എന്നതാണ് ഉചിതം. ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കാതുകൊടുത്തിരുന്നു. ബാങ്കിൻ്റെ കാര്യങ്ങൾക്കും കയറ്റുമതി കാര്യത്തിലും വെവ്വേറെ പേർ വേണ്ടതല്ലേ എന്ന് അദ്ദേഹം. ഞാൻ ഇങ്ങനെ വിശദമാക്കി. ഉപദേശകനായി എവിടെയും ഏതിനും ഒരാൾ തന്നെ മതിയാവും. അയാൾക്ക് സഹായികളായി പലരും ഉണ്ടായേക്കാം. ഒരാൾക്കെല്ലാം നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് തോന്നിയാലോ? പ്രഭു ചോദിച്ചു. ഞാൻ പറഞ്ഞത്, പൊതുവെ വ്യവസായ ഏർപ്പാടുകാർ അവരുടെ രഹസ്യ ഇടപാടുകൾ ഒരാളെ മാത്രം അറിയിക്കാതെ പലരെയായി ചുമതലപ്പെടുത്തുന്നതാണ് പതിവ്. തുടർന്ന് പ്രഭു ചില ഇടപാടുകളെ പരാമർശിച്ചുകൊണ്ട് അതെങ്ങനെ ഇതെങ്ങനെ എന്ന മട്ടിൽ ചിലത് ചോദിച്ചു. ആ സംസാരത്തിൽ നിന്ന് അത്തരം എല്ലാ സംഗതികളെക്കുറിച്ചും പ്രഭുവിനുള്ള ജ്ഞാനം വെളിവായി കിട്ടി. മറ്റൊരാൾക്ക് നിയമസഹായം ചെയ്യാനും കഴിയുന്ന വ്യക്തി എന്ന് വ്യക്തം. സുഹൃത്തെ, പ്രഭു ചോദിച്ചു, താങ്കൾ വീണ്ടും നമ്മുടെ സ്നേഹിതൻ ഹോക്കിൻസിനോ മറ്റോ എഴുതിയോ? ഞാനെങ്ങനെ എഴുതാൻ? എനിക്കിത്തിരി അരിശം വന്നു. അതിന് സൗകര്യം വരണ്ടേ? പ്രഭു എൻ്റെ തോളിൽ കൈയിട്ടു. എന്നാൽ എൻ്റെ ചെല്ല സ്നേഹിതൻ ഉടൻ തന്നെ എഴുതിക്കൊള്ളൂ. ഒരു കാര്യം കൂടി, ഇഷ്ടമുള്ള പക്ഷം എൻ്റെ കൂടെ ഇവിടെ 1 മാസം താമസിക്കണം. 1 മാസം? ഞാൻ ചോദിച്ചു. അത് വേണ്ടി വന്നാലത്തെ കാര്യമോർത്ത് എനിക്കൊരു മരവിപ്പ്. എൻ്റെ ആഗ്രഹം നിരസിക്കാം? പ്രഭു ചോദിച്ചു. താങ്കളെ എൻ്റെ പ്രതിനിധിയായി ഹോക്കിൻസ് പറഞ്ഞയച്ചപ്പോൾ എൻ്റെ ആവശ്യപ്രകാരം പ്രവർത്തിക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, അങ്ങനെയല്ലേ? ഞാൻ കുഴങ്ങി. കാര്യം ശരിയാണ്. ഹോക്കിൻസ് എന്നെ നിയമിച്ചത് അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ആ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഹോക്കിൻസിന് ഡ്രാക്കുള പ്രഭു വെറും മാന്യനായ ഒരു ഇടപാടുകാരൻ മാത്രം. പ്രഭുവിൻ്റെ സംസാര രീതി വെച്ച് നോക്കിയാൽ ഞാൻ ഇവിടെ തടവുകാരൻ തന്നെ. ഞാൻ പ്രഭു പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് അറിയാതെ തലകുലുക്കി വെച്ചു. പ്രഭുവിൽ ഒരു വിജയഭാവം. അദ്ദേഹം പറഞ്ഞു, നല്ല കൂട്ടുകാരാ, ഇനി എഴുതുമ്പോൾ നമ്മുടെ ഇടപാട് കാര്യങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് മാത്രമേ എഴുതാവൂ. നിങ്ങൾ സൗഖ്യത്തോടെ കഴിയുന്നു എന്നറിയുന്നതാകും മറ്റു സുഹൃത്തുക്കൾക്ക് പ്രിയം. ഇതാ ഇരിക്കട്ടെ. പ്രഭു 3 കടലാസ് ഷീറ്റുകളും 3 തപാൽ കവറുകളും വെച്ച് നീട്ടി. ഞാൻ ആ മിനുത്ത കവറുകൾ വാങ്ങി അദ്ദേഹത്തെ നോക്കവേ ആ ചോരച്ചുണ്ടിൽ ചേർന്ന ശ്വാനദംഷ്ട്രകളോടെയുള്ള മന്ദഹാസം കണ്ടു. അദ്ദേഹത്തിന് വായിക്കാൻ കഴിയാതെ ഒന്നും എനിക്കെഴുതാനാവില്ലെന്നുറപ്പ്. തൽക്കാലം എൻ്റെ ജോലി സംബന്ധമായ കുറിപ്പുകൾ എഴുതുക. മീനയ്ക്ക് വേണ്ടി ചുരുക്കെഴുത്താവാം. അത് പ്രഭുവിന് പിടിപാടുണ്ടാവില്ല. 2 കത്തുകൾ ഞാൻ എഴുതി തയ്യാറാക്കി. പിന്നെ ഒരു പുസ്തകത്തിൽ കണ്ണു നട്ടു. പ്രഭുവും ചില പുസ്തകത്താളുകൾ മറിച്ച് കുറിപ്പ് തയ്യാറാക്കുന്നു. എന്നിട്ട് എൻ്റെ കത്തുകളും എടുത്ത് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളോടൊപ്പം മേശപ്പുറത്ത് വെച്ച് പുറത്തേക്കിറങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കത്തുകൾ എടുത്ത് പരിശോധിച്ചു. അങ്ങനെ ചെയ്തതിൽ തൽക്കാലം ഒരു അനൗചിത്യം എനിക്ക് അനുഭവപ്പെട്ടില്ല. എൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചിന്ത അങ്ങനെ ചെയ്യിക്കുന്നു. ആ കത്തുകളിൽ ഒരെണ്ണം വൈറ്റ്ബിയിലെ സാമുവൽ ഓഫ് ബില്ലിംഗ്ടണും, അടുത്തത് വാനായിൽ ല്യൂട്ട്നർക്കുള്ളതും, ഇനി ഒരെണ്ണം ലണ്ടനിലെ കൗട്ട്സ് ആൻഡ് കമ്പനിയിലേക്കും, 4ാമത്തേത് ബുഡാപെസ്റ്റിലെ ഹെറൻ ക്ലോവ് സ്റ്റോക്ക് ആൻഡ് ബിൽഡ്രൂത്ത് ബാങ്കുകാർക്കും. 2ാമത്തെയും 4ാമത്തെയും കത്തുകൾ ഒട്ടിച്ചിരുന്നില്ല. വായിച്ചാലോ? കഥകിൻ്റെ സാക്ഷ്യത്തിരിക്കുന്നു. ഞാൻ എല്ലാം പഴയപടി വെച്ചങ്ങിരിപ്പുമായി. പ്രഭു വേറൊരു കത്തുമായിട്ടാണ് കടന്നു വന്നത്. മേശപ്പുറത്ത് എഴുതി വച്ചിരുന്ന എഴുത്തുകൾ ഒട്ടിച്ചെടുത്തുകൊണ്ട് എന്നോട് ക്ഷമാപണത്തോടെ പ്രഭു പറഞ്ഞത്, ഇന്ന് സന്ധ്യയ്ക്ക് അദ്ദേഹത്തിന് സ്വകാര്യമായി ചിലത് ചെയ്യാനുള്ളതിനാൽ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നായിരുന്നു. അദ്ദേഹം നടന്നു. പിന്നെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഈ പറയുന്നതൊരു മുൻകരുതലായി താങ്കൾ കരുതണം. ഈ മുറിവിട്ട് ചെന്ന് മറ്റൊരിടത്തും ഇറങ്ങരുത്. ഈ പഴയ കൊട്ടാരത്തിൽ എന്തൊക്കെയോ നടന്നിട്ടുള്ള ഇടമാണ്. ഒരു കരുതൽ വേണം. ദുസ്വപ്നങ്ങൾ ക്ഷണിച്ചു വരുത്താതെ ഇവിടെ തന്നെ വന്ന് കിടന്നുറങ്ങുക. മുന്നറിയിപ്പ് കാര്യമാക്കുന്നില്ലെങ്കിൽ. അദ്ദേഹം നടന്നു. ഇവിടെ കണ്ണു തുറന്ന് കാണുന്നതിലും വലിയ ഏതു ദുസ്വപ്നമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഡ്രാക്കുള പ്രഭു ഉണ്ടെങ്കിലേ ഉള്ളൂ ചീത്ത സ്വപ്നങ്ങൾ. ആ കുരിശുമാല ഞാൻ കരുതലോടെ കിടക്കക്കടിയിൽ വെച്ചു. ഞാൻ മുറിയിലേക്ക് ചെന്ന ശേഷം പതുക്കെ ആ കോണിപ്പടികൾ കയറി പുറത്തിറങ്ങാമെന്ന് വെച്ചാൽ നടപ്പില്ല. ഏതിലേ ഇറങ്ങും? തെക്കുദിക്കിലെ ചക്രവാളപ്പരപ്പ് നോക്കി നിന്നു. ഇറങ്ങി നടക്കാൻ തോന്നിയെങ്കിലും അതിനുള്ള വാതിലെങ്ങും തുറന്നിട്ടില്ല. അതിന് അനുവാദമില്ലല്ലോ. ഞാൻ തടവിലായി പോയില്ലേ? ഇരുട്ടുമുറികളിലെ വായു ശ്വസിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്നു. പുറം വായു വെറുതെ കൊതിക്കാമെന്ന് മാത്രം. എൻ്റെ ഛായ തന്നെ എന്നെ ഇവിടെ ഭയപ്പെടുത്തുന്നു. എന്തോ ഒരു പേടി. അതെന്തിന്? ദൈവത്തിനെ അറിയൂ.
എങ്ങും മഞ്ഞിൽ കുളിച്ച പ്രകൃതി നിലാവിൻ്റെ പുതപ്പ് മൂടിയിരിക്കുന്നു. നോക്കി നിന്ന് ചുരുക്കത്തിൽ നേരം വെളുത്തുപോയി. താഴെ എന്തോ അനക്കം. പ്രഭുവിൻ്റെ മുറിയിലാണ്. കാതുകൊടുത്തു. ദാ പ്രഭു ജനലിലൂടെ തലനെട്ടുന്നു. മുഖം വ്യക്തമല്ല, കൈകൾ തിരിച്ചറിയാം. ആ കാഴ്ച ചിരുവരുത്തിയെങ്കിലും മുമ്പത്തെ അനുഭവം വെച്ച് ഭയവും തോന്നി. ദാ പ്രഭു മുഴുവനായി ജനാലയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. കോട്ടയുടെ കരിങ്കൽ ചുമരിൽ ഒരു വമ്പൻ പല്ലിയെപ്പോലെ അള്ളിക്കയറുന്നു. തലയും കുത്തികിഴഞ്ഞ് അതാ അപ്പുറത്തേക്ക്. ആ പോക്കിൽ വസ്ത്രം വൃത്തത്തിൽ പാറുന്നു. കാഴ്ചയിൽ ചിറകുകളുള്ള എന്തോ ഒരു സത്വം കിടക്കെ. ഇതെങ്ങനെ? ഇത് ദുസ്വപ്നമല്ല, പച്ചയായ കാഴ്ച. അദ്ദേഹം ഉടുമ്പു കണക്കെ കൽക്കൂട്ടയിൽ അള്ളിപ്പിടിച്ച് നീങ്ങുന്നത് തന്നെയാണ് കണ്ടത്. പ്രഭു ഒരു മനുഷ്യജീവിതം. ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും? രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. വല്ലാത്ത പേടി.